നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. 2024-25 അധ്യയന വർഷം നമ്മൾ എത്രയോ വർഷങ്ങളായി സ്വപ്നം കണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നമ്മൾ പ്രവേശനം ആഗ്രഹിക്കുന്ന വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നവും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രാർത്ഥനയുമെല്ലാം ഏറ്റവും പൂർത്തീകരിച്ച് നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തിൽ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്കൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള ആഗ്രഹവുമായിട്ട് നമ്മൾ പരിശീലനം തുടങ്ങി എത്രയോ നാളുകളായിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജെഇ മെയിൻ, നീറ്റ്, CUET പോലെയുള്ള പരീക്ഷകളെല്ലാം. 2024-25 അധ്യയന വർഷം ഈ പ്രൊഫഷണൽ മേഖലയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ പ്രവേശന പരീക്ഷകളുടെ ഷെഡ്യൂൾ ഏതൊക്കെ ദിവസമാണ് നടക്കുന്നതെന്നുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതാ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഇത് ജനുവരിയിലും അതുപോലെ തന്നെ ഏപ്രിലുമൊക്കെ ആയിരുന്നു ജെഇ മെയിൻ. മെയ് മാസത്തിലാണ് നീറ്റ്, CUET മെയ് മാസത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് IITകൾ. എന്തിന്, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകൾ വരെ ഈ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടുന്ന അത്രയ്ക്ക് സാധ്യതകളാണ് IITകളിലെ ബിടെക് പഠനം. IITകളിൽ ബിടെക് പഠനത്തിൽ നമുക്കറിയാം JEE അഡ്വാൻസ്ഡ് ആണ് എഴുതേണ്ടത്. JEE അഡ്വാൻസ്ഡ് IITകളാണ് നടത്തുന്നത്. പക്ഷേ ഈ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് JEE മെയിൻ ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഒരു വർഷത്തിൽ 2 പരീക്ഷകളാണ് JEE മെയിൻ. JEE മെയിൻ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും. 2024 നിങ്ങൾക്ക് 2 ചാൻസുകളാണ് JEE മെയിനുള്ളത്, ജനുവരിയിലും ഏപ്രിലും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകളാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആദ്യത്തേത് ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഓൺലൈനായിട്ട് JEE മെയിൻ ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം കുട്ടികളാണ് JEE മെയിൻ്റെ ഈ ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്നത്. ഒരു ദിവസം തന്നെ 2 ഷെഡ്യൂളായിരിക്കും. അങ്ങനെ 24 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ JEE മെയിൻ 2024 ആദ്യ സെഷൻ നടക്കും. പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് ബിടെക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. JEE അഡ്വാൻസിനൊക്കെ നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ, NITകളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ, IIITകളിൽ പ്രവേശനം കിട്ടുന്നതൊക്കെ JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് JEE അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ആദ്യത്തെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ രണ്ടിൻ്റെയും കൂടെ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോറാണ് നോക്കുന്നത്. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് JEE അഡ്വാൻസിലൂടെ IIT പ്രവേശനം സാധ്യമാവുകയുള്ളൂ. JEE മെയിൻ 2 സെഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെയാണ് നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതിയാലും മതി. ഇനി 2 ടെസ്റ്റുമാണ് എഴുതുന്നുണ്ടെങ്കിലോ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ ഏതാണോ അതായിരിക്കും പരിഗണിക്കുന്നത്. അതായത് നമുക്ക് ആദ്യത്തെ സാധ്യതകൾ നോക്കാം. അതിൽ നിന്നുകൊണ്ട് തന്നെ അത് ആ സ്കോർ നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. 2ലും പ്രത്യേകം അപേക്ഷിക്കണമെന്ന് മാത്രം. ആദ്യത്തെ ടെസ്റ്റിന് എനിക്ക് തോന്നുന്നു ജനുവരിയിലായിരിക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടുകൂടി ആയിരിക്കാം ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. അത് ആദ്യത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. അതിനുശേഷം അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും വേണമെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റും എഴുതാം, ഇല്ലെങ്കിൽ രണ്ടാമത്തേന് മാത്രമായിട്ട് ഫെബ്രുവരിയിൽ വീണ്ടും അപ്ലൈ ചെയ്യുകയും ചെയ്യാം. എന്താണെങ്കിലും ഒരേ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെയാണ് 2 ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. മെയ് 15 ശേഷം ആയിരിക്കും JEE അഡ്വാൻസ്ഡ് നടക്കാനുള്ള സാധ്യത. അതിന് ക്വാളിഫൈ ചെയ്യുന്ന ലിസ്റ്റ് നമുക്കറിയാം. ഏപ്രിൽ അവസാന വാരത്തോടുകൂടി JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരികയും ആരൊക്കെയാണ് അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാൻ സാധിക്കും. JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NITകളിലെയും IIITകളിലെയും ബിടെക് പഠനം സാർത്ഥകമാകുകയും ചെയ്യും. നീറ്റ് നമുക്കറിയാം, ഈ വർഷവും 2024 ഓഫ്ലൈനായിട്ടാണ് നടക്കുന്നത്. പെൻ ആൻഡ് പേപ്പർ മെത്തേഡിലാണ് നടക്കുന്നത്. ഒരൊറ്റ ദിവസം മാത്രമേ എക്സാം ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു 2ഉം കൂടെ JEE മെയിൻ ഏതാണ്ട് 12 എക്സാമുകളോളം നടക്കും.
പക്ഷേ നീറ്റിന് ഒറ്റ എക്സാമേ ഉള്ളൂ. 2024 മെയ് 5 ഓഫ്ലൈനായിട്ട് പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ ആയിരിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഈ വർഷവും പരീക്ഷ നടത്തുന്നത്. നമുക്കറിയാം NMC ഏറ്റെടുക്കും, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏറ്റെടുക്കും, പരീക്ഷകൾക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെ ഒരു അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിരുന്നു. പക്ഷേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു 2024 മെയ് 5 പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ OMRൽ തന്നെയാണ് ഈ വർഷവും MBBSൻ്റെയും BDSൻ്റെയും പഠനം തീരുമാനിക്കുന്ന 1,00,000-ൽ പരം MBBS സീറ്റുകൾ, BDS സീറ്റുകൾ, കേരളത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ള അലൈഡ് കോഴ്സുകളുടെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ നമ്മളുടെ പ്രവേശനം തീരുമാനിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2024 മെയ് 5 ഓഫ്ലൈനായിട്ട് നടക്കുമെന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം +2വിന് ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 48ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അത്രത്തോളം തന്നെ സ്വകാര്യ ഡീംഡ് കോളേജുകളിലും ഡിഗ്രി പഠനം 4-ഇയർ പ്രോഗ്രാമൊക്കെ നമുക്ക് ഏറ്റവും നല്ല സാങ്കേതിക സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അഗ്രികൾച്ചർ ഉൾപ്പെടെ 11 പ്രോഗ്രാമുകൾക്ക് പ്രവേശനം കിട്ടുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET മെയ് 15 മുതൽ മെയ് 31 വരെ ഓൺലൈനായിട്ട് നടക്കും. അതും NTA തന്നെയാണ് നടത്തുന്നത്. അപ്പം കേരളത്തിലെ അഗ്രികൾച്ചർ പ്രവേശനത്തിന് നീറ്റാണ് അടിസ്ഥാന യോഗ്യത വേണ്ടതെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചറും അതുപോലെ തന്നെ 11 കോഴ്സുകൾക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങും സെറികൾച്ചറും ബയോടെക്നോളജിയും പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് CUET വഴി നമുക്ക് പ്രവേശനം നേടാം. അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, IFLU പോലെയുള്ള ഏറ്റവും ഉന്നതമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠനത്തിനും CUET ആണ്. ലക്ഷക്കണക്കിന് സീറ്റുകൾ, 2.5 ലക്ഷത്തിനപ്പുറത്തുള്ള UG സീറ്റുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വഴി ഈ 2023 തന്നെ പ്രവേശനം നേടിയിരിക്കുന്നത്. അതായത് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനുമൊക്കെ അപ്പുറം നമുക്ക് ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സാധ്യതകളാണ് CUETയിലൂടെ ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം കാസർഗോഡ് മാത്രമേ ഉള്ളൂ, BA പ്രോഗ്രാം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പഠനം തീരുമാനിക്കുന്ന CUET 15 മുതൽ 31 വരെ ഓൺലൈനായിട്ട് NTA നടത്തും. ഇനി നമുക്കറിയാനുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ്. നമുക്കറിയാം 2023 എത്തിയപ്പോഴത്തേക്കും CBSEയിൽ NCERTയുടെ ധാരാളം ചാപ്റ്ററുകൾ റിമൂവ് ചെയ്തിരുന്നു. അപ്പം ഏത് സിലബസ് അനുസരിച്ചായിരിക്കും ഈ പരീക്ഷകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലൂടെ, പ്രോസ്പെക്ടസിലൂടെ നമുക്ക് വ്യക്തമാകേണ്ടത്. ഏതാണ്ട് ഒക്ടോബറിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ NTA പ്രസിദ്ധപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 2024-25 നിങ്ങളുടെ ഈ പ്രവേശനത്തിനുള്ള അതിൻ്റെ ഡേറ്റ്, എക്സാം ഡേറ്റ്, പീക്ക് ഡേറ്റ് വന്നിരിക്കുന്നു. അപ്പം നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് അർത്ഥം. ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്? എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? ഒരു കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള റിസർവേഷനുകളുണ്ട്? എങ്ങനെയാണ് ഒരു കോളേജുകളിൽ പ്രവേശനം നേടുന്നത്? ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഉണ്ടാകും. 2023 നിന്ന് 2024 യാത്രയിലാണ് നമ്മൾ. ബ്രില്യൻ പാല കൂടെ ഉണ്ടാവും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.